എല്ലാ വിദ്യാർത്ഥികൾക്കും ഐവ സുന്നിയ റെസിഡൻഷ്യൽ അക്കാദമിയുടെ +1 എക്കണോമിക്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 3 ഇന്ത്യൻ എക്കോണമി സിൻസ് 1991. റിഫോംസുകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് നമുക്ക് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ ഉണ്ടായിട്ടുള്ള റിഫോംസ് ആണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. Liberalization of trade and investment policy was initiated to increase international competitiveness of industrial production and also foreign investment and technology into the economy. നമ്മൾ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിട്ടുള്ള ലിബറലൈസേഷൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് നമ്മുടെ കുറച്ച് അയവ് വരുത്താനുണ്ടായ പ്രധാന കാരണം എന്നുള്ളത് 2 പോയിൻറ്റ്സുകളിലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ട്രഡീഷണലായിട്ട് നമ്മുടെ നാട്ടിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്, നമുക്ക് പലതും സൗകര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു തരുന്നതിൻ്റെ ഫലമായിട്ട്, പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തു തരുന്നതിൻ്റെ ഫലമായിട്ട് ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ്, മത്സരക്ഷമത കുറവാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനീസിൻ്റെ മത്സരക്ഷമത കൂട്ടുന്നത് ആണ് പ്രധാനമായിട്ടും ഒരു പോയിൻ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിദേശത്ത് നിന്നുള്ള കമ്പനീസ് ഇന്ത്യയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലെ കമ്പനികൾ അവരോട് മത്സരിച്ച് പ്രോഡക്റ്റുകൾ വിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ മത്സരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ കമ്പനീസുകൾ ഉപയോഗിക്കുന്ന മെഷീനറീസും ടെക്നോളജിയും അവരുടെ മാനേജ്മെൻറ്റ് സ്റ്റൈലും ഒക്കെ ഒരു പക്ഷേ ഇന്ത്യൻ കമ്പനീസും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിൻ്റെയും മത്സരക്ഷമത വർദ്ധിക്കാനും അതുവഴി ഇൻ്റർനാഷണൽ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വിൽക്കുന്ന പ്രൈസിന് തന്നെ പ്രോഡക്റ്റുകൾ ഇന്ത്യൻ കമ്പനീസിനും വിൽക്കാൻ ശ്രമിക്കുകയും അൾട്ടിമേറ്റ്ലി അത് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റായിട്ട് വരികയും ഒക്കെ ചെയ്യും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ഇൻ ടു ദി എക്കോണമി. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ഇൻ ടു ദി എക്കോണമി. വിദേശ നിക്ഷേപം, വിദേശത്തു നിന്നുള്ള ഫണ്ടുകൾ ധാരാളമായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണെങ്കിൽ പല രീതിയിൽ അത് നാടിന് ഗുണം ചെയ്യും, രാജ്യത്തിനത് ഗുണം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല രീതിയിലുള്ള വരുമാനത്തിന് അത് കാരണമാകുകയും ചെയ്യും. അതുപോലെ തന്നെ ടെക്നോളജിയിൽ മാറ്റങ്ങൾ, വിദേശത്തു നിന്നുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ നല്ല ഉൽപാദനക്ഷമതയുള്ള ടെക്നോളജീസുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതുവഴി ഉൽപാദനക്ഷമത വർദ്ധിക്കാനും അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവ് വരാനൊക്കെ അത് കാരണമാവും എന്നുള്ളതാണ് ആ പോയിൻറ്റ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി പ്രധാനമായിട്ട് 2 പോയിൻറ്റുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, ഇൻ്റർനാഷണൽ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ കമ്പനീസിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് വർദ്ധിപ്പിക്കുവാനും. രണ്ടാമത്തത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. പ്രത്യേകം ഓർത്ത് വെക്കുക, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഫോറിൻ ടെക്നോളജിയും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതുമായി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ദി എയിം വാസ് ഓൾസോ ടു പ്രൊമോട്ട് ദ എഫിഷ്യൻസി ഓഫ് ലോക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നോളജി. ഇതിൻ്റെ എയിം എന്താണ്? ഒന്നുകൂടി വിശദമാക്കി പറയുകയാണ്. ലോക്കൽ ഇൻഡസ്ട്രീസിൻ്റെ, തദ്ദേശീയപരമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസിൻ്റെ എഫിഷ്യൻസി കൂട്ടുവാനും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കാനും ഒക്കെ എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് കൂടി എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, ഇന്ത്യ വാസ് ഫോളോവിങ് എ റെജിം ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്.
നമ്മുടെ തദ്ദേശീയപരമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്ത് ചെയ്തിരുന്നു? ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് അല്ലേ, ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ പരിധികൾ നിശ്ചയിച്ചിരുന്നു. അതുവഴി വിദേശ കമ്പനീസിനൊക്കെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു പർട്ടിക്കുലർ കോട്ട നിശ്ചയിച്ചിരുന്നു. അത് അത്തരത്തിലായിരുന്നു നമ്മുടെ തദ്ദേശീയപരമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനീസിനെ ഇന്ത്യൻ ഗവൺമെൻറ് സംരക്ഷിച്ചിരുന്നത്. കൂടുതൽ വിദേശത്ത് നിന്ന് പ്രോഡക്ട്സുകൾ വന്നാൽ നമ്മുടെ ഇൻഡസ്ട്രീസ് തകർന്നു പോകും എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോട്ടാസൊക്കെ നിശ്ചയിച്ച് നമ്മുടെ രാജ്യത്തുള്ള ഇൻഡസ്ട്രീസിനെ ഇന്ത്യ ഗവൺമെൻറ് സംരക്ഷിച്ച് പോന്നിരുന്നത് എന്നുള്ളത് ആ പോയിന്റ്സിൽ മനസ്സിലാക്കുക. നെക്സ്റ്റ്, ദ ട്രേഡ് പോളിസി റിഫോംസ് എയിംഡ് അറ്റ്, നമ്മുടെ ട്രേഡ് പോളിസി എയിം ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, ഡിസ്മാൻഡ്ലിങ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ. ഒന്നെന്താണ്, ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള പരിധികൾ ഒഴിവാക്കി. പൂർണ്ണമായിട്ട് ഈ ഇമ്പോർട്ടിനും അതുപോലെ തന്നെ എക്സ്പോർട്ടിനുമുള്ള പരിധി, അതായത് കോട്ടാസുകൾ നമ്മൾ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തത്, റിഡക്ഷൻ ഓഫ് താരിഫ് റേറ്റ്സ്. താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഓൺ ഗുഡ്സ് ആണ്. താരിഫുകൾ ഇമ്പോർട്ടിനായാലും ഇമ്പോർട്ടിനാണ് പ്രധാനമായിട്ടും. ഈ താരിഫുകൾ ചുമത്തുന്നത് വഴി എന്ത് ചെയ്യുന്നു? വിദേശത്ത് നിന്ന് വരുന്ന പ്രോഡക്റ്റുകളുടെ വില വർദ്ധിക്കുന്നതിന് കാരണമാകും. അത് എടുത്തു കളഞ്ഞു. അടുത്തത്, റിമൂവൽ ഓഫ് ലൈസൻസിങ് പ്രൊസീജിയർ ഫോർ ഇമ്പോർട്ട്സ്. ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പേപ്പർ വർക്കുകളും അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ലൈസൻസിങ് പ്രൊസീജിയേഴ്സ്, വളരെ വളരെ ലോങ് സ്റ്റെപ്സ് ഉള്ള ലൈസൻസിങ് പ്രൊസീജിയർ ആയിരുന്നു. അതൊക്കെ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് പോളിസി ലക്ഷ്യം വെച്ച 3 കാര്യങ്ങളാണ്. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി, ഇമ്പോർട്ടിനും എക്സ്പോർട്ടിനുമുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്, അതായത് എത്ര ക്വാണ്ടിറ്റീസ് ആണ് എന്നുള്ളതിന് പരിധി നിശ്ചയിക്കുന്നത് വഴി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എന്ന് പറയുക. സപ്പോസ് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഇത്ര ക്വാണ്ടിറ്റീസ് മാത്രമേ ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അത്തരത്തിലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കി. താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. താരിഫ് ചുമത്തുന്നത് ഒഴിവാക്കി. അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസിങ് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്തു? ഒക്കെ ഒഴിവാക്കി എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് അബോലിഷ്ഡ് എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഹസാർഡസ് ആൻഡ് എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഇമ്പോർട്ട് ലൈസൻസിങ് 2 കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഇമ്പോർട്ട് ലൈസൻസ് ഒഴിവാക്കി എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഹസാർഡസ് ആയിട്ടുള്ള, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ എൻവയോൺമെൻ്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസുകൾ, എൻവയോൺമെൻറ്റിനൊക്കെ ഇമ്പാക്റ്റ് വരുന്നതും അതുപോലെ തന്നെ ഹസാർഡസ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും ഇമ്പോർട്ട് ലൈസൻസ് ഒഴിവാക്കപ്പെട്ടു ട്രേഡ് റിഫോംസിൻ്റെ ഫലമായിട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട് ഓഫ് മാനുഫാക്ചേർഡ് consumer goods and agricultural products were also fully removed from April 2001. Quantitative restriction on import of manufactured consumer goods and agricultural products, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്തു? നമ്മൾ ഏപ്രിൽ 2001 കൂടി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു, ഒഴിവാക്കി എന്നുള്ളതാണ്. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഹാവ് ബീൻ റിമൂവ്ഡ് ടു ഇൻക്രീസ് the competitive position of Indian goods in the international market. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഇപ്പം ഇമ്പോർട്ട് ഡ്യൂട്ടീസ് വന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? നമ്മൾ വിദേശത്തു നിന്ന് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിന് 10 രൂപയാണെങ്കിൽ, അവിടെ നിന്ന് വരുന്ന സമയത്ത് 10 രൂപയാണെങ്കിൽ നമ്മൾ അതിന് ഡ്യൂട്ടീസ് ചുമത്തുന്നത് വഴി അത് 1 രൂപ ഡ്യൂട്ടീസ് ചുമത്തിയാൽ അതിൻ്റെ പ്രൈസ് 11 വീണ്ടും കൺസ്യൂമർ എടുത്തെത്തുന്ന സമയത്ത് 11ൻ്റെ മുകളിലാണ് അതിൻ്റെ പ്രൈസ് വരിക. അതേ രീതിയിൽ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ചുമത്തിയാൽ എന്താണ്?
നമ്മൾ പ്രോഡക്റ്റ് 10 രൂപയാണ് ഇവിടെ ഉൽപ്പാദന ചെലവ് എന്നത്, നമ്മളെ ഡ്യൂട്ടീസ് ഗവൺമെൻറ് ചുമത്തുന്നതുമായി 1 രൂപ ചുമത്തിയാൽ അതിന് 11 രൂപയാവും. അങ്ങനെ 11 രൂപയായാൽ വിദേശ മാർക്കറ്റിൽ അതിന് 11+ വിറ്റാലേ എന്ത് ചെയ്യും, അതിൻ്റെ കോസ്റ്റും പ്രോഫിറ്റും ഒക്കെ നേടാൻ കഴിയും. അത് നമ്മുടെ രാജ്യത്തുള്ള കമ്പനീസിൻ്റെ മത്സരക്ഷമതയെ ബാധിക്കുമെന്നുള്ളതിനാൽ എന്ത് ചെയ്തു, ആ ഡ്യൂട്ടീസ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അതുവഴി എന്ത് ചെയ്തു, നമ്മുടെ ക്ഷമത, നമ്മുടെ കോമ്പറ്റേറ്റീവ്നെസ് ഇല്ലേ, മത്സര കപ്പാസിറ്റി എന്ത് ചെയ്തു വർദ്ധിക്കാൻ കാരണമായി. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റ് പല രാജ്യങ്ങളിൽ നിന്നായിട്ട് പ്രൊഡക്ട്സുകൾ ഉണ്ടാകും. അവിടെ വിലക്കുറവ് ഒരു ക്വാളിറ്റിയും ഒക്കെയാണ് അടിസ്ഥാനമായിട്ടുള്ള ഘടകം. അപ്പോൾ എന്താണ്, ഈ ഡ്യൂട്ടീസുകൾ, എക്സ്പോർട്ട് ഡ്യൂട്ടീസുകളൊക്കെ ഒഴിവാക്കുന്നത് വഴി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനീസിനും മത്സരക്ഷമത വർദ്ധിക്കാനുള്ള ഒരു ഘടകമായിട്ട് വന്നു എന്നുള്ളതാണ്. സോ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഹാവ് ബീൻ റിമൂവ്ഡ് ടു ഇൻക്രീസ് ദ കോമ്പറ്റേറ്റീവ് പൊസിഷൻ ഓഫ് ഇന്ത്യൻ ഗുഡ്സ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാക്കുക. നമ്മുടെ ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ്സും അതുപോലെ തന്നെ വിദേശ ടെക്നോളജികൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് എന്ത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ കാതലായിട്ടുള്ള നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ. അതുപോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ്, താരിഫ്, കോട്ടാസ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടീസ്, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസിനെ നമ്മൾ എന്ത് ചെയ്തു, പൂർണ്ണമായിട്ട് ഒഴിവാക്കി. എന്തിനു വേണ്ടിയിട്ട്, മത്സരക്ഷമത കൂടുന്നതിന് വേണ്ടി. ഇതാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ. നെക്സ്റ്റ് നമുക്ക് പ്രൈവറ്റൈസേഷൻ, മറ്റൊരു പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ ആണ് പ്രൈവറ്റൈസേഷൻ. എന്താണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ഷെഡിങ് ഓഫ് ഓണർഷിപ്പ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓൺഡ് എൻ്റർപ്രൈസസ്. മാനേജ്മെൻറ്റ് ഓഫ് എ ഗവൺമെൻറ് ഓൺഡ് എൻ്റർപ്രൈസസ് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടെന്ത് പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഒഴിവാക്കുന്ന ഒരു രീതി. അതെന്താ, ഓണർഷിപ്പൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിലേക്ക്, പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് കമ്പനീസ് ആർ കൺവേർട്ടഡ് ഇൻ ടു പ്രൈവറ്റ് കമ്പനീസ് ഇൻ 2 ways. 2 രീതിയിലാണ് പ്രൈവറ്റൈസേഷൻ നടത്തിയത്. ബൈ വിഡ്രോവൽ ഓഫ് ദി ഗവൺമെൻറ് ഫ്രം ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. ഇവിടെ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പം നമുക്കറിയാം, ഒരു കമ്പനീസിൻ്റെ 51% സ്റ്റേക്ക് അല്ലെങ്കിൽ ഓണർഷിപ്പ് കൈവശം ഉണ്ടെങ്കിൽ അവരാണ് ആ കമ്പനീസിനെ കൺട്രോൾ ചെയ്യുക. അതൊരു 51-49 ആയിട്ട് കുറഞ്ഞാൽ, 50% താഴെ വന്നാൽ എന്ത് ചെയ്തു, അത് ആ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് പോയ അവസ്ഥയാണ് ഉണ്ടാവുക. അതേ രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുന്നത് പ്രകാരം പ്രൈവറ്റൈസേഷൻ പോസിബിൾ ആവും. മറ്റൊന്നാണ് ബൈ ഔട്ട്റൈറ്റ് സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. കംപ്ലീറ്റ് സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്, ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റൈസേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. 2 രീതിയിലാണ്, ഔട്ട്റൈറ്റ് സെയിലും അതുപോലെ തന്നെ ബൈ വിഡ്രോവൽ ഓഫ് ദി ഗവൺമെൻറ് ഫ്രം ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് കിട്ടുക എന്താണ്, കൂടുതലായ പെർസെൻറ്റേജ് സ്റ്റേക്ക് കൈവശം വെക്കുന്നവർക്കാണ് ഓണർഷിപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ സപ്പോസ് 100% ഓണർഷിപ്പിൻ്റെ കംപ്ലീറ്റ് വരിക. അതിൽ കൂടുതൽ പെർസെൻറ്റേജ് ആരാണോ കൈവശം വെക്കുന്നത് അവർക്കാണ് കൂടുതൽ വോട്ടിംഗ് റൈറ്റ് വരിക. സ്വാഭാവികമായിട്ടും അവർക്കാണ് എന്തുണ്ടാവുക, ഓണർഷിപ്പ് കിട്ടുക. അപ്പോൾ ഈ 2 തരത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് കമ്പനീസിന് എന്ത് ചെയ്യുക, പ്രൈവറ്റൈസേഷൻ നടത്താവുന്നതാണ്. പ്രൈവറ്റൈസേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ബൈ സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദ ഇക്വിറ്റി ഓഫ് PSU ടു ദി പബ്ലിക് ഈസ് നോൺ ആസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്.
അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ടേം പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഓഫ് ദി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് by selling of part of the equity of PSU to the public is known as ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നുമില്ല, ഇപ്പോൾ സപ്പോസ് ഒരു ഗവൺമെൻറ് കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വിറ്റി, അതിൻ്റെ ഷെയർ എന്ത് ചെയ്യാണ്? പബ്ലിക്കിന് വിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുക? പബ്ലിക്കിന് വിൽപ്പന നടത്തിയിട്ട് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. 2000-ലൊക്കെ 2001-2000 ടൈമിലൊക്കെ ഒരുപാട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു ഗവൺമെൻറ് അന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇന്നും അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് പബ്ലിക്കിന് വിൽക്കുക, ഗവൺമെൻറ്റിൻ്റെ കമ്പനീസിൻ്റെ ഷെയർ പബ്ലിക്കിന് വിൽക്കുന്ന എന്താണ് ഒരു പ്രോസസ്സിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വിപരീതമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുന്നതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, സം എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് വിത്ത് മഹാരത്നാസ്, നവരത്നാസ് ആൻഡ് മിനി രത്ന സ്റ്റാറ്റസ് ആർ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മഹാരത്ന, നവരത്ന ആൻഡ് മിനി രത്ന എന്ന് പറയുന്നത് കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി, കമ്പനീസിൻ്റെ എന്താണ് നെറ്റ്വർത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് മഹാരത്ന കമ്പനി. അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുന്ന കമ്പനീസ് അല്ലെങ്കിൽ കൂടുതൽ നെറ്റ്വർത്ത് ഉള്ളതാണ് മഹാരത്നാസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് താഴെ വരുന്നതാണ് നവരത്ന, അതിനും താഴെ വരുന്നതാണ് മിനി രത്ന സ്റ്റാറ്റസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ 10,000 crore, 5,000, 500 crore അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കുറച്ച് കാലം മുമ്പേ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് മഹാരത്ന കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ക്യാപിറ്റൽ ഉള്ള കമ്പനീസ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ഇപ്പോൾ സം എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. മഹാരത്ന കമ്പനീസിനുള്ള എക്സാമ്പിളുകളാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതൊക്കെ മഹാരത്ന കമ്പനീസ് ആണ് അല്ലേ. IOC നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പെട്രോൾ പമ്പുകളൊക്കെ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അതുപോലെ തന്നെ സെയിൽ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതൊക്കെ മഹാരത്ന കമ്പനിക്ക് എക്സാമ്പിളുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നവരത്ന കമ്പനീസിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ബാംഗ്ലൂരൊക്കെ പോയവരുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എന്താണ് ഏവിയേഷൻ ഫീൽഡിലോ ഒക്കെ ഉള്ള മ്യൂസിയവും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, HAL എന്ന് പറയും, HAL. അതുപോലെ തന്നെ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ്, MTNL എന്ന് പറയും. ഇതൊക്കെ എന്താണ്? നവരത്നാസ് കമ്പനീസിന് എക്സാമ്പിളുകളാണ്. ഇനി മിനി രത്നാസ് കമ്പനീസിൻ്റെ എക്സാമ്പിളുകളാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അല്ലേ, BSNL എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് കേട്ടിട്ടുണ്ട് അല്ലേ, എയർപോർട്ട് അതോറിറ്റി ഇന്ത്യ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇതൊക്കെ എന്താണ്? മിനി രത്നാസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് അവർക്ക് നടത്താവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോൾ മഹാരത്ന കമ്പനി, നവരത്നാസ്, മിനി രത്നാസ് എന്നുള്ളതൊക്കെ വരുന്ന സമയത്ത് അതിൽ വരുന്ന ചില എക്സാമ്പിളുകൾ മാത്രമാണിത് എന്ന് അതുകൂടി ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പോൾ റിഫോംസുകളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ടാക്സേഷൻ റിഫോംസുകൾ, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസുകൾ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കൃത്യമായിട്ട് വേണം. കോമ്പറ്റേറ്റീവ്നെസ്സും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡോപ്ഷനൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോംസ് നമ്മൾ നടത്തിയിരുന്നത്.
അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ പോസിബിൾ ആവുന്നത് രണ്ട് രീതിയിലാണ്. വിത്ഡ്രോവൽ ഓഫ് ഗവൺമെൻറ് ഫ്രം ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്, അല്ലെങ്കിൽ ബൈ ഔട്ട്റൈറ്റ് സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. ദെൻ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സം എക്സാമ്പിൾസ് ഓഫ് മിനിരത്ന, മഹാരത്ന ആൻഡ് നവരത്ന കമ്പനീസ്. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം കൃത്യമായിട്ട് എല്ലാം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് നോട്ട്സ് എഴുതുക. ആദ്യം ഒന്ന് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നോട്ട്സുകൾ എഴുതുക. എന്നിട്ട് ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.